എല്ലാവർക്കും നമസ്കാരം. ബാബാമിയുടെ പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായ പ്രയാസങ്ങളിൽ മനുഷ്യൻ കൂടുതലായിട്ട് ആത്മീയതയിലേക്ക് മാറുന്നത് എന്തുകൊണ്ട്? മാനസിക സമ്മർദ്ദത്തിൻ്റെ മറ്റൊരു ക്ലാസ്സാണിത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ ഇരിക്കണം. പ്രസംഗം മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ സ്കിപ്പ് ചെയ്ത് പോകാറുള്ളൂ. അപ്പോൾ നമുക്കറിയാം, മനുഷ്യൻ്റെ വിഷമഘട്ടങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ചില രോഗങ്ങളിൽ, മാറാത്തതായ രോഗങ്ങളിൽ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളിലൂടെ പോകുമ്പോൾ മനുഷ്യൻ ആശ്രയിക്കുന്നതായ ഒരു ഭാഗമാണ് ഭൂമിയുടെ അല്ലെന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശക്തിയായ ദൈവം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇതിനൊരു പേരുണ്ട്. എന്താണ്? മാനസിക ആത്മീക പ്രതിഭാസം എന്നാണ്. മാനസിക ആത്മീക പ്രതിഭാസം എന്നാണ്. മനസ്സുകൊണ്ട് ആത്മീകമായിട്ട് ഈശ്വരനിലേക്ക് അടുക്കുന്നതായ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നത് നഷ്ടമാകുന്നതായ നിയന്ത്രണങ്ങൾക്കൊരാശ്വാസം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്നതായ ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചില രോഗങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില നമുക്ക് വേണ്ടപ്പെട്ടവർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതായ ഈ സമയങ്ങളിൽ മനസ്സ് ഒരുപാട് വേദനിക്കുകയും ഒരു നിയന്ത്രണം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു നിയന്ത്രണം കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ലഭിക്കാനെ കൊണ്ട് വേണ്ടി സർവചരാചരങ്ങളുടെയും അധിപനായ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് മനസ്സുകൊണ്ട് നമ്മൾ യാത്രയാകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടമാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭയമൊന്ന് മാറി നമുക്കൊരാശ്വാസം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു പോയിൻ്റാണ്, ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മളെ അറിയാൻ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകും. ജീവിതത്തിൽ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ, നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റാത്തതായ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ, മറ്റുള്ളവരോട് നമ്മുടെ വിഷമങ്ങളെ പങ്കുവയ്ക്കാൻ പറ്റാത്തതായ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈശ്വരനിലേക്ക് ആശ്രയിക്കുന്നു. അപ്പം നമുക്കൊരാളുണ്ടെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ ആത്മീയമായിട്ട് ഈശ്വരനിലേക്ക് അഭയം പ്രാപിക്കുന്നത്. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു പോയിൻ്റാണ് പ്രതീക്ഷകളും പ്രത്യാശകളും എന്ന് പറയുന്നത്. പ്രതീക്ഷകൾ, എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോഴും, ജീവിതം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്നൊരു തോന്നലുണ്ടാകുമ്പോഴും, നമുക്ക് നാളെ ഒരു നല്ല ദിവസം ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറിയിട്ട് ഒരു നല്ല സമയം നമ്മളെ തേടി എത്തുമെന്നുള്ളൊരു തോന്നൽ, ആ ഒരു പ്രതീക്ഷ, എല്ലാം ശരിയാകുമെന്നുള്ളതായ ഒരു പ്രത്യാശ, അങ്ങനെയുള്ളതായ ഒരു ഘട്ടം മനസ്സിലേക്ക് എത്തുന്നത്
ആ ഈശ്വരൻ എന്നുള്ളൊരു പ്രതിഭാസം നമ്മൾ അറിയുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഈശ്വരനിലേക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാനെ കൊണ്ട് വേണ്ടി പോകും. അപ്പം നമുക്കൊരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ്. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു പോയിൻ്റാണ് സുരക്ഷിതത്വം, സംരക്ഷണം നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ, അതായത് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾക്ക് സംരക്ഷണവും ആശ്രയവും തന്നിരുന്നതായ നമ്മുടെ മാതാപിതാക്കളുണ്ടായിരുന്നു. നമുക്കെല്ലാം പറയാനെ കൊണ്ട് വേണ്ടി കഴിയുന്നതായ നമ്മുടെ മാതാപിതാക്കളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ അവരോട് പറയുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുണ്ടായെന്ന് വരത്തില്ല ചിലപ്പോൾ നമ്മുടെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു സംരക്ഷണം കിട്ടാനെ കൊണ്ട് വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സുരക്ഷിതത്വം കിട്ടാനെ കൊണ്ട് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ഒരു പ്രതിഭാസം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ഏത്? ആ ഈശ്വരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു പോയിൻ്റാണ് അർത്ഥം കണ്ടെത്തൽ. നമുക്കറിയാം, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, ഇതൊക്കെ എനിക്ക് മാത്രമാണോ പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ ഞാൻ തന്നെയാണോ അനുഭവിക്കുന്നത് എന്നുള്ളൊരു സംസാര വിഷയം ഉണ്ടാകും. അപ്പോൾ ഇനി ഇത് ശരിയാകത്തില്ല എന്നുള്ളൊരു ഉത്തരം നമുക്ക് ലഭിക്കാത്തൊരു ചോദ്യം നമ്മൾ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഒരു തിളച്ചു മറിയുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സുകൊണ്ടങ്ങ് വല്ലാതെ വേദനിക്കുന്നതായ നിമിഷങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നതായ, നമ്മൾ ആശ്രയിക്കുന്നതായ ഒരു വ്യക്തിയാണ് സർവചരാചരത്തിൻ്റെയും ഉടയവനായ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ മാനസിക സമ്മർദ്ദമുള്ളവർ ഈശ്വരനിൽ ആശ്രയിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന് ചോദ്യത്തിന് ആൻസറുകളാണ് ഞാനിപ്പോൾ ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞത്. ഒറ്റ വാക്കിൽ പറയുവാണെന്നുണ്ടെങ്കിൽ, മനുഷ്യനെന്ന് പറയുന്ന നിസ്സഹായനായ വ്യക്തിക്ക് അവൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായ സമയത്ത് തനിക്ക് താങ്ങും തണലും നൽകുന്ന, തനിക്ക് വേണ്ടുന്നതായ ആശ്രയം നൽകുന്ന ഒരു സങ്കേതമാണ് ഈശ്വരൻ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യൻ ഈശ്വരനിലേക്ക് ആശ്രയിക്കുന്നത്. മനസ്സിലായല്ലോ? നിസ്സഹായകനായ മനുഷ്യൻ തനിക്ക് താങ്ങും തണലും ലഭിക്കുന്ന ഒരു സങ്കേതമാണ് ഈശ്വരൻ എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് ദൈവത്തിലേക്ക് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് മാനസിക ആത്മിക പ്രതിഭാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.